നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നാളുകളായി അടച്ചിട്ടിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടെ കുടുങ്ങിയ സ്ത്രീ മരിച്ചു. ദേഹാസ്വസ്ഥം ആരോഗ്യമന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി മുഖ്യമന്ത്രി അവലോകന യോഗം ചേർന്നു. മരിച്ച 5 വയസ്സുകാരന് പേവിഷബാധ സ്ഥിരീകരിച്ചു. കടിയേറ്റത് കണ്ണിന് ചുറ്റും. അശ്രദ്ധമായി വാഹനം ഓടിച്ച വ്യക്തി മരണപ്പെട്ടാൽ ഇൻഷുറൻസ് തുക ലഭിക്കില്ല. സുപ്രീം കോടതി. കെട്ടിട നിർമ്മാണ ഫീസ് അധികമായി നൽകിയ തുക തിരികെ ലഭിക്കും. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണു. ആളപായമില്ല. ആശുപത്രി ഉപയോഗിക്കാതെ ഉപേക്ഷിച്ചിട്ടിരുന്ന 14-ാം വാർഡിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. നാളുകളായി അടച്ചിട്ടിരുന്ന കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ശുചിമുറി ഭാഗമാണ് ഇടിഞ്ഞത്. കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു 58 മരിച്ചത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുത്ത് അല്പസമയത്തിനകമാണ് ബിന്ദു മരിച്ചത്. പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ലായിരുന്നു. തുടർന്ന് അത്യാഹിത വിഭാഗത്തിലെത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും രക്ഷിക്കാനായില്ല. തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും ബിന്ദുവിന്റെ മകൾ പറഞ്ഞിരുന്നു. ഇതോടെയാണ് JCB എത്തിച്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വിശദമായ തെരച്ചിൽ ആരംഭിച്ചത്. തുടർന്നാണ് 1 മണിയോടെ ഇവരെ കണ്ടെത്തിയത്. മകളുടെ ചികിത്സയ്ക്കായാണ് ബിന്ദു ആശുപത്രിയിലെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 11, 14 വാർഡുകളിൽ ഉണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന്റെ ശൗചാലയത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണത്. അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെ അധികൃതരുടെയും പ്രാഥമിക നിഗമനം. എന്നാൽ അമ്മയെ കാണാനില്ലെന്ന് ബിന്ദുവിന്റെ മകൾ പരാതിപ്പെട്ടതോടെയാണ് വിശദമായ പരിശോധന ആരംഭിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, മന്ത്രി VN വാസവൻ എന്നിവർ ഉടൻ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മരണപ്പെട്ട ബിന്ദുവിന് പുറമെ വയനാട് മീനങ്ങാടി സ്വദേശി അലീന വിൻസെന്റ് 11 പരിക്കേറ്റത്. ശസ്ത്രക്രിയ കഴിഞ്ഞ് 10-ാം വാർഡിൽ ചികിത്സയിൽ കഴിയുന്ന മുത്തശ്ശി ത്രസ്യാമ്മയുടെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുകയായിരുന്ന അലീന പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഡോക്ടർ അറിയിച്ചത്. രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ കാഷ്വാലിറ്റി ജീവനക്കാരൻ അമൽ പ്രദീപിന് ട്രോളി വന്നിടിച്ച് നിസ്സാര പരിക്കേറ്റു. 10, 11, 14 വാർഡുകളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെ കൂട്ടിരിപ്പുകാരെയും സംഭവം നടന്ന ഉടൻ ഒഴിപ്പിച്ചു. കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടായ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. വൈകുന്നേരം 5 മണിയോടെ ആശുപത്രിയിലെത്തിയ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും യോഗത്തിൽ പങ്കെടുത്തു. സ്ഥിതിഗതികൾ വിലയിരുത്തി ശേഷം മുഖ്യമന്ത്രി മടങ്ങി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്കിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് പ്രാഥമിക വിവരം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് വീണ ജോർജിനെ പ്രവേശിപ്പിച്ചത്. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്നാണ് മന്ത്രിക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് എന്നാണ് വിവരം. നിലവിൽ മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തെരുവുനായുടെ കടിയേറ്റു ചികിത്സയിലിരിക്കെ മരിച്ച 5 വയസ്സുകാരന് വിഷബാധ സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെയാണ് പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ പരിശോധനാ ഫലം പുറത്തുവന്നത്. തമിഴ്നാട് സേലം സ്വദേശികളായ മണികണ്ഠന്റെയും ജാതിയുടെയും മകൻ ഹരിത്തിനെ മെയ് 31 പയ്യാമ്പലത്തെ വാടക വീട്ടിൽ വെച്ചാണ് തെരുവുനായുടെ കടിയേറ്റത്. അന്നുതന്നെ കുട്ടിക്ക് പേവിഷബാധയ്ക്കെതിരായ റബീസ് വാക്സിൻ ജില്ലാ ആശുപത്രിയിൽ നൽകിയിരുന്നു. പിന്നീട് രോഗലക്ഷണം കണ്ടതോടെ കണ്ണൂർ ചികിത്സ തേടി. പേവിഷബാധ സംശയത്തെ തുടർന്ന് ജൂൺ 19 പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അന്നു തന്നെ ഹിരിത്തിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ്, സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് തുടങ്ങിയ വിവിധ വകുപ്പ് മേധാവികളുടെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ ബോർഡ് സ്ഥിരീകരിച്ചു ചികിത്സയും ആരംഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ റാബീസ് സ്ഥിരീകരിക്കാത്തതിനെ തുടർന്ന് നിപ, കോവിഡ് വൈറസ് ബാധ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. ഇതെല്ലാം നെഗറ്റീവായിരുന്നു. എന്നാൽ കണ്ണിന് ചുറ്റും കടിയേറ്റതിനാൽ മസ്തിഷ്ക നാഡീവ്യൂഹത്തിന് പെട്ടെന്ന് പേവിഷബാധ കയറിയതിനാൽ വാക്സിന്റെ ഫലം പ്രാപ്തിയല്ലാത്തത് ആയിരിക്കാമെന്നും
മെഡിക്കൽ കോളേജ് ബോർഡ് വിലയിരുത്തിയിരുന്നു. 12 ദിവസം വെന്റിലേറ്റർ സഹായത്തോടെ അതിജീവിച്ച ഹരിത്ത് 28 പകൽ 11 മരിച്ചത്. മോട്ടോർ വാഹന അപകട കേസുകളിൽ നിർണായക വിധിയുമായി സുപ്രീം കോടതി. അലക്ഷ്യമായി വാഹനമോടിച്ച വ്യക്തി അപകടത്തിൽ മരിച്ചാൽ ഇൻഷുറൻസ് തുക നൽകാൻ കമ്പനിക്ക് ബാധ്യതയില്ലെന്നാണ് നിർണായക ഉത്തരവ്. അമിതവേഗം, സ്റ്റണ്ട് പ്രകടനം, ഗതാഗത നിയമങ്ങൾ ലംഘിക്കൽ തുടങ്ങിയ ഡ്രൈവറുടെ സ്വന്തം തെറ്റ് കാരണം അപകടം സംഭവിച്ചാൽ മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ കമ്പനിയെ നിർബന്ധിക്കാനാവില്ലെന്ന് ജസ്റ്റിസുമാരായ PS നരസിംഹ, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. 2014 ഉണ്ടായ അപകടത്തിൽ മരിച്ച കർണാടക സ്വദേശി NS രവീഷിന്റെ ഭാര്യ നൽകിയ അപ്പീൽ തള്ളിയാണ് വിധി. ബാഹ്യ ഇടപാടില്ലാതെ ഡ്രൈവറുടെ തെറ്റ് മൂലം മാത്രമാണ് അപകടമെങ്കിൽ നഷ്ടപരിഹാരത്തിന് അർഹതയില്ലെന്ന് ഉത്തരവിൽ പറഞ്ഞു. സമാന ആവശ്യവുമായി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിനെയും കർണാടക ഹൈക്കോടതിയെയും കുടുംബം സമീപിച്ചിരുന്നുവെങ്കിലും ഹർജി തള്ളിയിരുന്നു. തുടർന്നാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. ഹൈക്കോടതി കണ്ടെത്തലിനോട് സുപ്രീം കോടതിയും യോജിക്കുകയായിരുന്നു. മല്ല സാന്ദ്ര ഗ്രാമത്തിൽ നിന്നും അർസിക്കരെ നഗരത്തിലേക്ക് ഫിയറ്റ് കാർ ഓടിച്ചു പോവുകയാണ് അപകടമുണ്ടായത്. അമിത വേഗതയാണ് അപകട കാരണമെന്ന് പോലീസിന്റെ FIR വ്യക്തമാണ്. രവീഷിന് പ്രതിമാസം 3 ലക്ഷം രൂപ ശമ്പളമായിരുന്നുവെന്നും 80 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയോട് കുടുംബം ആവശ്യപ്പെട്ടു. കമ്പനി ഇത് അംഗീകരിച്ചിരുന്നില്ല. അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട് മറിയും മുമ്പ് രവീഷ് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുവെന്നും കോടതി പറഞ്ഞു. നഷ്ടപരിഹാരം ലഭിക്കണമെങ്കിൽ ട്രാഫിക് നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ടെന്നും ബെഞ്ച് എടുത്തു പറഞ്ഞു. വോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. വിദ്യാർത്ഥികൾക്കായി ലൈറ്റ്സ് വോട്ട് ഗെയിം പുറത്തിറക്കി. വിദ്യാർത്ഥികളെ വോട്ടിംഗ് പ്രക്രിയ പരിചയപ്പെടുത്താനും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന പുതിയ വോട്ടർമാർക്ക് ആശയക്കുഴപ്പമില്ലാതെ വോട്ട് രേഖപ്പെടുത്താനും ജില്ലയിൽ രൂപകൽപ്പന ചെയ്ത വോട്ടർ ബോധവൽക്കരണ ഗെയിംസ് ലൈറ്റ്സ് വോട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗവുമായി സഹകരിച്ചാണ് വെർച്വൽ ഇലക്ഷൻ ഗെയിം തയ്യാറാക്കിയത്. സിസ്റ്റമാറ്റിക് വോട്ടർ എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ ഗെയിം 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാനാകും. ഇലക്ഷൻ നടപടിക്രമങ്ങളിലേക്ക് യുവതലമുറയെ ആകർഷിക്കുന്നതിന് ഇത്തരം ഗെയിമുകൾ സഹായിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും വോട്ട് ചെയ്യുന്നതിലും യുവതലമുറയ്ക്ക് താൽപ്പര്യമില്ലെന്നാണ് അടുത്തിടെ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത്. ഇത്തരം പ്രവണതകൾ കുറച്ച് വോട്ടവകാശമുള്ള മുഴുവൻ പേരെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാക്കുന്നതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ മൊബൈൽ ഗെയിം ആപ്പ് 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും ഓഫീസർ പറഞ്ഞു. ഇലക്ഷൻ ലിറ്ററസി ക്ലബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോളേജ്, സ്കൂൾ തലത്തിൽ നിരവധി ബോധവൽക്കരണ പരിപാടികൾ കമ്മീഷൻ നടത്തുന്നുണ്ടെന്നും ഡോക്ടർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ അധ്യക്ഷനായി. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി മുഖ്യ അതിഥിയായിരുന്നു. അസിസ്റ്റന്റ് കളക്ടർ ഹെഫ്തെ മുസഫർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ KK ബിന്നി, ERO മാരായ ഡെപ്യൂട്ടി കളക്ടർ LA AK അനീഷ്, RR ഡെപ്യൂട്ടി കളക്ടർ PG മിനിമോൾ, ജില്ലാ നിയമ ഓഫീസർ AA രാജ്, HSK നിസാർ, ഹയർ സെക്കൻഡറി RD ബിയാട്രിസ് മറിയ, തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എബി ഡേവിഡ് എന്നിവർ സംസാരിച്ചു. മത്സ്യകൃഷി മേഖലയിൽ നൂതന പദ്ധതികൾ ഏറ്റെടുക്കും. മത്സ്യകൃഷി മേഖലയിൽ നൂതന പ്രൊജക്ടുകൾ ഏറ്റെടുക്കാൻ മത്സ്യകൃഷി വികസനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ഫിഷറീസ് ട്രെയിനിംഗ് സെന്ററിൽ നടന്ന ജില്ലാതല പ്രാഥമിക യോഗം തീരുമാനിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ R. ജുഗ്നു അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലയിലെ മത്സ്യകൃഷി മേഖലയുടെ സമഗ്ര വികസനത്തിന് നബാർഡ്, മത്സ്യഫെഡ്, കേരള ഫിഷറീസ്, സമുദ്രപഠന സർവകലാശാല, ഫിഷറീസ് വകുപ്പ് എന്നിവരുടെ സംയോജിച്ചുള്ള ഇടപെടൽ ഉണ്ടാകാനും തീരുമാനിച്ചു. മത്സ്യ സംസ്കരണം, മത്സ്യവിത്ത് വിപണി, അലങ്കാര മത്സ്യകൃഷി വിപുലനം, അക്വേറിയം ഷോപ്പുകളുടെ ഉന്നമനം എന്നിവ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനം ഊർജിതപ്പെടുത്തും. മത്സ്യകൃഷിയുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ മത്സ്യങ്ങളുടെ ഗുണങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും തീരുമാനമായി. SFS സ്റ്റേറ്റ് അംഗം T. പുരുഷോത്തമൻ, APS സെക്രട്ടറി രാജേഷ്, ഫിഷറീസ് അസിസ്റ്റന്റ് ഓഫീസർ അഖിൽ RS,
പ്രൊഫസർമാരായ പി ഡോണ, പി ആര്യ, ജില്ലയിലെ അനുഭവസമ്പന്നരായ ഒരു ജല കർഷകർ, ചെമ്മീൻ കർഷകർ, ശുദ്ധജല കർഷകർ, അലങ്കാര മത്സ്യ കർഷകർ, ഫിഷറീസ് വകുപ്പ്, മത്സ്യഫെഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. KSRTC ബജറ്റ് ടൂറിസം നാലമ്പല ദർശന യാത്ര 17 മുതൽ. രാമായണ മാസത്തിൽ നാലമ്പല ദർശനത്തിന് സൗകര്യമൊരുക്കി KSRTC. കണ്ണൂർ ബജറ്റ് ടൂറിസം സെൽ തൃശൂർ, കോട്ടയം, കണ്ണൂർ ജില്ലകളിലെ നാലമ്പലങ്ങളിലേക്കാണ് യാത്ര. തൃശൂർ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൊഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കും കോട്ടയം രാമപുരം കുടപ്പുലം അമനക്കര മേത്തിരി ക്ഷേത്രങ്ങളിലേക്കുമാണ് നാലമ്പല പാക്കേജ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം, എളയാവൂർ ഭരതസ്വാമി ക്ഷേത്രം, പെരിഞ്ചേരി ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായം ശത്രുഘ്ന സ്വാമി ക്ഷേത്രങ്ങളാണ് കണ്ണൂർ നാലമ്പല പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ജൂലൈ 17, 25, 30 തീയതികളിൽ തൃശൂർ നാലമ്പലം, ജൂലൈ 22, ഓഗസ്റ്റ് 6 തീയതികളിൽ കോട്ടയം നാലമ്പലം, ജൂലൈ 19, 26, ആഗസ്റ്റ് 2, 9 തീയതികളിൽ കണ്ണൂർ നാലമ്പലം എന്നിവിടങ്ങളിലാണ് ക്രമീകരിക്കുന്നത്. ഇതിനു പുറമെ ഈ ആഴ്ചയിൽ കൊല്ലൂർ മൂകാംബിക തീർത്ഥാടന യാത്രയും റാണിപുരം അഡ്വഞ്ചർ ടൂർ പാക്കേജും സംഘടിപ്പിച്ചിട്ടുണ്ട്. ബുക്കിങ്ങിനും അന്വേഷണങ്ങൾക്കും കണ്ണൂർ 9497007587, പയ്യന്നൂർ 9495403062, ജില്ലാ കോർഡിനേറ്റർ 8089463675 എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം.